ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലെ കാക്കനാടുള്ള രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെയുള്ള MBA ഫിനാൻസ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടാലോ. ബാ. സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ബേസിക്കലി ക്യാഷ് ഒരു ഇഷ്യൂ ആവാത്തൊരു സിറ്റുവേഷൻ. എനിക്ക് പോക്കറ്റ് മണി കിട്ടുമ്പോൾ 1% ഓഫ് ദാറ്റ് ഐ കീപ് ഇറ്റ് ആസ് എമർജൻസി മണി ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. പാസീവ് ട്രേഡിംഗ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അതാ ഭീകര. ഇലോൺ മസ്ക്, വൈ? അങ്ങനെ ചോദിക്കരുത്. നിങ്ങളുടെ കോളേജിനെ കുറിച്ച് രണ്ട് വാക്ക് ആദ്യം പറയോ. രാജഗിരി കോളേജ് കേരളത്തിലെ വൺ ഓഫ് ദ മെയിൻ MBA കോളേജസ് ആണ്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാം നല്ല ട്രെയിൻഡ് ആണ്. പിന്നെ പ്ലേസ്മെൻറ്റ് കൂടുതലുണ്ട്. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇത്രയും ഈ ഒരു ജേണിയിൽ ഇന്ത്യക്ക് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, സോ ഇൻഡിപെൻഡൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ LPG ആണെങ്കിലും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിൻ്റെ ടൈമിലാണെങ്കിൽ പുള്ളി ലൈക്ക് എക്കണോമിസ്റ്റ് ആയതുകൊണ്ട് പുള്ളിയുടെ നോളജ് കുറേ നമുക്ക് അഡ്വാൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. ലൈക്ക് പുള്ളി സെറ്റ് ചെയ്ത കുറേ ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കുറേ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് ഇന്ത്യ ഇപ്പോൾ ബ്രിക്സിലുണ്ട്, അതുപോലെ തന്നെ വൺ ഓഫ് ദി ഗ്രോയിങ് എക്കണോമിയാണ്. ഇപ്പോൾ ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കൺട്രീസും ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും എന്തിനാണെങ്കിലും നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. സോ ഗ്രോത്ത് ഓഫ് കോഴ്സ് ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന പദം കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ലൈക്ക് ഫ്രീഡം. കുറേ പെർസ്പെക്റ്റീവ്സിൽ ചങ്ങലകൾക്ക് അടിപ്പെട്ടതിൽ നിന്ന് നമുക്ക് വളരെയധികം സ്വാതന്ത്ര്യം കിട്ടി. ലൈക്ക് ഇൻ ടേംസ് ഓഫ് ലൈക്ക് എന്താ, ഇപ്പം വുമൻസിന് കിട്ടുന്ന സെക്യൂരിറ്റീസ് ആയാലും ലൈക്ക് അതുപോലെ ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയാലും അങ്ങനെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് എന്തും മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഓവറോൾ ക്യാഷ് ഒരു ഇഷ്യൂ ആവാത്ത ഒരു സിറ്റുവേഷൻ. അതാണ് എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആവുന്ന ഒരു തോട്ട് എന്ന് വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും കൈ പൊതിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പഠനത്തോടൊപ്പം ഒരു വരുമാനം കണ്ടെത്തണമെന്ന് ചിന്തിച്ചവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ ഉണ്ടോ ഇവിടെ? ചിന്ത മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ചിന്തിച്ചതെന്ന് പറഞ്ഞൊരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ബട്ട് കോളേജ് ഉണ്ട്, അതുകൂടാതെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് വേറെ ഉണ്ട്, എല്ലാം കൂടി ആയിട്ട് പോകത്തില്ല. ഫൈൻ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾക്കൊരു 10,000 രൂപ പോക്കറ്റ് മണി ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ ദ മന്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 10,000 രൂപ നിങ്ങൾ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുക? അപ്പം കുറേ കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നേരത്തെ മുതലേ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ആദ്യം തന്നെ സ്പെൻഡ് ആക്കാതെ ഡിവൈഡ് ചെയ്യും. പിന്നെ അടുത്ത മന്തിലേക്കും കുറച്ച് മാറ്റി വെക്കും. പിന്നെ മെയിൻലി ഫുഡായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ. നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് കഴിഞ്ഞ മാസം എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ടാവും? ഓരോ ചിലവുകൾ ഒരു 3K ഉണ്ട്. 3K ആയിട്ടുണ്ടാവും. പോക്കറ്റ് മണി ആയിട്ട് കിട്ടുമ്പോഴേ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ സ്പെൻഡിങ് എന്നല്ലാതെ സേവിങ് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ടോ? ആക്ച്വലി പോക്കറ്റ് മണി ആയിട്ട് ഞാൻ ചോദിക്കാറില്ല. ലൈക്ക് ഞാൻ പാസീവ് ട്രേഡിങ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ. ഓക്കെ, അപ്പം അതിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. പോക്കറ്റ് മണി ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ചോദിക്കാറില്ല. ചോദിക്കുന്നത് പ്ലസ് അതിൽ അത്യാവശ്യം വന്നാൽ മാത്രമേ ഉള്ളൂ. ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ്. അതെ, ഐ മീൻ ഇൻഡെക്സിലാണോ സ്ടോക്കിലാണോ എന്തിലാണ്? ഓപ്ഷൻസ് ഇല്ല. ഇൻട്രാഡേ ചെയ്യുന്നത്. അവിടെ ഭീകര ഇൻട്രാഡേ ചെയ്യുന്നുണ്ടല്ലേ? സ്വിങ് ചെയ്യുന്നുണ്ടോ? സ്വിങ് ഇല്ല, അത്ര മാർജിൻ ഇല്ല. ഓക്കെ, ഫൈൻ. ഒന്ന് ഹാൻഡ് ഓവർ ചെയ്ത് പോയാൽ മതി. ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലേ ഒരുപാട് ഓഫേഴ്സൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഫ്രീഡം സെയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സ് വരും. ഇതൊക്കെ കാണുമ്പോൾ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും വാങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ?
ഇല്ല. അതെന്താ സത്യം? റിയലി റിയലി? ഇവിടെ കൊടുക്കാവോ? സെയിം ക്വസ്റ്റ്യൻ. ഫ്രീഡം സെയിൽ ഇങ്ങനെയുള്ള വല്ല ഓഫറുകളൊക്കെ ഓൺലൈൻ ആമസോണിലായിക്കോട്ടെ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ അതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഓഫേഴ്സ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ടെംപ്റ്റഡ് ആണ് വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കാശില്ല, അത് വാങ്ങാനുള്ളതില്ല, അപ്പോൾ എന്താ ചെയ്യാം? അങ്ങനെയുള്ള സ്ഥിതിയിൽ ഞാൻ വാങ്ങിക്കില്ല. നെക്സ്റ്റ് ടൈം എന്നാലും വീട്ടിൽ വിളിച്ച് ചോദിക്കില്ലേ? ഇല്ല 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 ഇല്ല. ഷെയർ മാർക്കറ്റ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, അപ്പോൾ ഈ നിക്ഷേപ മാർഗ്ഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെങ്കിൽ ഐദർ ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലൊരു ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക ആൻഡ് വൈ? രണ്ടും താല്പര്യമില്ല. വെറുതെ ബാങ്കിലിടാം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൊണ്ടിടാം, എന്തുകൊണ്ടും അല്ല. മറ്റേതാകുമ്പോൾ അധികം പണിയെടുക്കണ്ട, അത് ഈസിയാണ് കുറച്ച്. ഓക്കെ. ആർക്ക് മറ്റൊരു അഭിപ്രായമുള്ള? ബേസിക്കലി മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും തോന്നുന്നു. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടാനായിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ അങ്ങനെ ആയിരിക്കും. കാരണം ഇപ്പം ബേസിക്കലി ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന സേവിങ്സ് വെച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിരിക്കും താല്പര്യമുള്ളൂ. പക്ഷേ എനിക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യം, ഫ്യൂച്ചർ ഔട്ട്കംസ് കിട്ടാനായിരിക്കും. ഓക്കെ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വരുമാനം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നേടിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ സ്വപ്നം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു വീട്. ഹൗസ്. ആൻഡ് വൈ? എനിക്ക് കുഞ്ഞിലെ മുതലൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ബിഫോർ മാരേജ് ഓർ ബിഫോർ എനിത്തിങ് എൽസ് ഒരു വീട് ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമാണ്. അപ്പോൾ അതായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. കൂടുതലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും റെൻ്റ് എ ഹൗസ് ഓർ ബൈയിങ് എ ഹോം. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട് വെക്കുന്നതാണോ നല്ലത് അതോ റെൻറ്റിന് പോകുന്നതാണോ നല്ലത്? അങ്ങനെയുള്ള വല്ല റീലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടല്ലേ. വെറുതെ ഒരു ഇത്രയും വലിയ ലോൺ എടുത്തിട്ട് ഒരു വീട് വെച്ച EMI അടച്ചിരിക്കുന്നതാണോ നല്ലത് അതോ വാടകയ്ക്ക് നിൽക്കുക? എന്താ അതിനെക്കുറിച്ചൊരു അഭിപ്രായം? ഒരു വീടെന്ന് പറയുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, ഒരു ഹ്യൂമൻ ബീയിൻ്റെ ഒരു നീഡാണ്. പക്ഷേ ഇപ്പോൾ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ റെൻ്റ് എടുത്ത് നമ്മുടെ എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഇൻകം. റെൻ്റ് എടുത്ത് താമസിക്കുന്നതാണ് നല്ലതെന്നാണ് ഈ പറഞ്ഞ പോലെ ഞാനും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു ലോങ് ടേമിൽ വേണ്ടിയിട്ട് നമുക്ക് എത്ര ലൈക്ക് ഇൻകം ഉണ്ടെങ്കിലും EMI എന്നുള്ളൊരു ഇതെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് ഫോർ അതർ ബെനിഫിറ്റ്സ് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. ഈ പേഴ്സണൽ ഫിനാൻസ്, നിങ്ങൾ ഫിനാൻസ് സ്റ്റുഡൻസ് ആണ്, എന്നിരുന്നാലും പേഴ്സണൽ ഫിനാൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടല്ലോ. പേഴ്സണൽ ഫിനാൻസ് ഓരോ വ്യക്തികളുടെയും ധനകാര്യം. ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് റൂൾ ഉണ്ട്, 50-30-20. കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ 50-30-20 ആണല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 50% നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അത്യാവശ്യമായിട്ട് ചെലവഴിക്കേണ്ടതായ കാര്യങ്ങളില്ലേ അതിനുവേണ്ടി മാറ്റിവെക്കാമെന്ന് പറയും. 30% നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്. ഒരു യാത്ര പോകാൻ ആഗ്രഹം ഉണ്ടോ? ഹൗ അബൌട്ട് യു? ഒരു സിനിമയ്ക്കൊക്കെ പോകാനുള്ള ആഗ്രഹമില്ലേ? പുറത്ത് പോയി ഡൈനിങ് ഔട്ട്, സംതിങ് ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ ഡേറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് ഒരു 30% മാറ്റിവെക്കുക. പിന്നെ 20%, 50-30-20 ആണല്ലോ, 20% ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറയും. ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. നമുക്ക് വരുമാനം വന്നാൽ 50-30-20. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ബേസിക് ആയിട്ട് ഒരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഫിനാൻസ് കാര്യങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിപ്പിച്ച് തുടങ്ങണം എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ അനുകൂലിക്കുമോ നിഷേധിക്കുമോ? അനുകൂലിക്കും. ആൻഡ് വൈ? ബിക്കോസ് ഇന്നത്തെ മിക്കവർക്കും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ ഇൻഷുറൻസിന് ജസ്റ്റ് ഒരു ഇത് മാത്രം എടുത്തില്ല, അവിടെ വേറെ അനദർ പ്ലാൻസ് ഒരുപാടുണ്ട്. നമ്മൾ ആ ഫീൽഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ ആ ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവർ തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയൂ. അതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും നമ്മൾ അതിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊച്ചിയിലെ മുകളിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കോളേജിൽ നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ അവർക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം ഇന്നത്തെ ടുഡേ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അതിനൊരു മേഖലയാണ് നമ്മൾ ജീവിക്കുന്നത്. ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര നമ്മൾ ആ രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ ഇറ്റ് ഇസ് നീഡ്. യെസ്. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ 2 ഓപ്ഷൻ തന്നാൽ ജോബ് ആൻഡ് ബിസിനസ്, എത്ര പേര് ജോബ് ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യാം? കുഡ് യു മൈൻഡ്? യെസ്, ജോബ് ആയിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. ആൻഡ് ബിസിനസ്?
ഓക്കെ, ബിസിനസ് പറഞ്ഞവരൊന്ന് എണീറ്റേക്കാവോ? യു ക്യാൻ സിറ്റ് ഡൗൺ. ഓൾറെഡി പറഞ്ഞല്ലേ അവിടെ അല്ലേ ബിസിനസ്. എന്തുകൊണ്ട് ജോബ് അല്ല ബിസിനസ് എന്ന് പറഞ്ഞു? ജോബ് ഒരു റെസ്ട്രിക്ഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബിസിനസ് നമുക്ക് നമ്മുടെ മൈൻഡ് പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന പോലെ ഒരു പരിപാടിയാണ് ബിസിനസ്. ഓക്കെ, ഫ്രീഡം അതാണോ? ഓക്കെ, ആൻഡ് ഹൗ അബൌട്ട് യു? വേറെ ജോബാണെങ്കിൽ നമ്മുടെ വരവും ചിലവും കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കേണ്ടി വരും. ഒരു ബിസിനസ് ആണെങ്കിൽ കുറച്ചും കൂടി ഫണ്ട് വരുന്നുണ്ടാവും. മെജോറിറ്റി പേരും പറഞ്ഞത് ജോബാണല്ലോ. ആൻഡ് വൈ ജോബ്? ഫസ്റ്റ് എന്തായാലും പഠിച്ചിറങ്ങുമ്പോൾ ഞാനൊരു ജോബിനായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം ആദ്യമേ കുറച്ച് ഭാവിയിൽ ഞാൻ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഫസ്റ്റ് ഒരു കമ്പനിയിൽ കയറി അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ ടീമുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. എനിവേ, എമർജൻസി ഫണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഇൻ എ പേഴ്സണൽ വേ ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് കണ്ടിൻജൻസി വരിക, പെട്ടെന്നൊരു എമർജൻസി വരിക, ദെൻ ഇഫ് യു ആർ ഓൾവേസ് കീപ്പിംഗ് അവർ മണി ടു സ്പെൻഡ് ഓൺ അതർ തിങ്സ്, ദെൻ വി വോണ്ട് ഹാവ് മണി ടു ടേക്ക് ഔട്ട് ഓൺ ദിസ് തിങ്. ലൈക്ക് ഫോർ മീ, ഇഫ് ഐ എം കീപ്പിംഗ് എമർജൻസി മണി എവറി ടൈം. സോ എനിക്ക് പോക്കറ്റ് മണി കിട്ടുമ്പോൾ 1% ഓഫ് ദാറ്റ് ഐ കീപ് ഇറ്റ് ആസ് എമർജൻസി മണി ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. So the rest of the money is only what I spend. So that is emergency money. So that we can take it as it is the most liquid money which we can have in case of a contingency. Put your hands together for that. Anyway, ഇപ്പോൾ നിങ്ങൾ ഇതിന് ശേഷം നിങ്ങളൊരു കരിയറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് ആയിക്കോട്ടെ ഓർ ജോബ് ആയിക്കോട്ടെ, ഒരു എമർജൻസി ഫണ്ട് എന്നത് നിങ്ങൾ ഒരു കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ടു കീപ്പ് ഇറ്റ്. ഓക്കെ, മറ്റൊന്ന്, വീട്ടിൽ ആർക്കെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഏത് ഇൻഷുറൻസാണ് ഉള്ളത്? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, എന്തിനാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആക്ച്വലി? നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതിലും കൂടുതലാണെങ്കിൽ അല്ലെങ്കിലും അവർ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർ കവർ ചെയ്യുന്ന അത്രയും അവർ റീഇംബേഴ്സ് ചെയ്യും ഇൻഷുറൻസുകാർ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ, മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 14%. ഇപ്പോൾ ഇന്ന് 1 ലക്ഷം രൂപ വില വരുന്നൊരു സർജറി നെക്സ്റ്റ് ഇയർ ഇറ്റ് വുഡ് കോസ്റ്റ് ഹൗ മച്ച്? നിങ്ങൾക്ക് അറിയാലോ, കണക്കറിയാലോ. അപ്പോൾ അത് തന്നെ ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു ക്വിസ് പോലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെബി. സെബിയുടെ ഫുൾ ഫോം എന്താ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓൾറൈറ്റ്, നൗ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാനൊരു അബ്രിവിയേഷൻ പറയാം, ഫുൾ ഫോം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഓക്കെ, വേറെ ആൾക്ക് കൊടുത്തോളൂ. KYC, നോ യുവർ കസ്റ്റമർ. ഓക്കെ, നെക്സ്റ്റ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ദാറ്റ്സ് റൈറ്റ്. ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. യെസ്, ദാറ്റ്സ് റൈറ്റ്. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ്. വളരെ ഈസി ആയല്ലേ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു സമയം എടുത്ത് ആലോചിച്ച് പറയാമല്ലേ. ഓക്കെ, നെക്സ്റ്റ് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓക്കെ, IFSCയുടെ ഫുൾ ഫോം എന്തായിരിക്കും? നമ്മൾ ഈ ബാങ്കിലൊക്കെ പാസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ IFSC കോഡ് എന്ന് കാണാം. യെസ്, IFSC കോഡ് ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരുണ്ട്, എന്നാലും എന്താതിരിക്കുക. യെസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസ് കോഡ്. സിസ്റ്റം. ഓക്കെ, ഓൾമോസ്റ്റ് ദെയർ. അപ്പോൾ അതൊന്ന് കൈയടിക്കാവോ? ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ 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 നെക്സ്റ്റ് IRDI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ 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 ഗ്രേറ്റ്. ഇനി നെക്സ്റ്റ്, നമ്മൾ ബാങ്കിൽ കാശ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴേ NEFT ട്രാൻസാക്ഷൻ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും എൻ്റെ ഫുൾ ഫോം? നിങ്ങൾ ഫിനാൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞോളൂ, ഇതിൽ പറഞ്ഞോളൂ. NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ദാറ്റ്സ് റൈറ്റ്. അതുപോലെ തന്നെ RTGS ഉണ്ടല്ലോ, റിയൽ ടൈം ഗ്രോസ് പേയ്മെന്റ്. ഓക്കെ ഓക്കെ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിൻ്റെ എല്ലാം അറിയാം. ഓക്കെ, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആരോടെ ചോദിച്ചേ? അവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് തന്നെ ആ ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടാൽ മതി. എന്താ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ലൈക്ക് ബേസിക്കലി ക്യാഷ് ഒരു ഇഷ്യൂ ആവാത്തൊരു സിറ്റുവേഷൻ. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, നൗ കൊടുത്തോളൂ. പേരെന്തായിരുന്നു? അന്ന. ഓക്കെ, അന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആണോ?
എനിക്കറിയില്ല കേട്ടോ. ഇപ്പം അല്ല. ഓക്കെ, അങ്ങനെ ആയെന്ന് അങ്ങനെ വിചാരിക്കാം, അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചോളുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിക്കാം ഇഫ് യു ആർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്? ഫ്യൂച്ചർ കണ്ടായിരിക്കും എന്തായാലും ജീവിക്കുള്ളൂ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല നമ്മളെപ്പോഴും ഫിനാൻഷ്യലി ഇപ്പോൾ ക്യാഷ് ഉണ്ടെന്ന് കരുതി ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. സോ അത് ഫ്യൂച്ചറിൽ കണ്ടിട്ടാണ് സ്പെൻഡിങ് ആണെങ്കിലും സേവിങ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുള്ളൂ. സോ ഈ പറഞ്ഞ പോലെ 50-30-20 റൂൾ, ആ റൂൾ എന്തായാലും ഫോളോ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുള്ളൂ. ലൈക്ക് യാ ഓഫ് കോഴ്സ്. വന്നതിലൊരു കാര്യം ഉണ്ടായി. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന മണിയിൽ നിന്ന് എനിക്ക് അത്യാവശ്യം വേണ്ടത് ചിലവാക്കും, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പോലെ ഹൈ റിട്ടേൺ കിട്ടുന്നിടത്തും കുറച്ച് സേഫർ സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആരെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നവരുണ്ടോ? ആരുമില്ല അല്ലേ, ഇതുവരെ ലോട്ടറി എടുത്തിട്ടില്ല. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. ലോട്ടറി എടുക്കാറില്ല എന്നറിയാം, ശരി, ലോട്ടറി എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഈ 2025 ഓണം ബമ്പർ എടുത്തു എന്ന് വിചാരിച്ചോളൂ. 25 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. ടാക്സ് ഒക്കെ പോയാൽ കുറച്ചേ കിട്ടൂ, എന്നാലും ഒരു 10 കോടി കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇനി എന്തായിരിക്കും ചെയ്യുക? കിട്ടിട്ടോ, 10 കോടി കിട്ടി, കൺഗ്രാറ്റുലേഷൻസ്, എല്ലാവരും കൈയടിക്കും. 10 കോടി കിട്ടിയേ 2025. ഓക്കെ, ഇപ്പോഴും സിറ്റുവേഷൻ മാറ്റമൊന്നുമില്ല, ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്, ഇവിടെ എന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. എന്നാലും ഒരു 10 കോടി കിട്ടി, എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ സ്ഥലം മേടിച്ചിടും, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. കാര്യം അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഭാഗ്യത്തിൽ കിട്ടുന്ന പൈസയാണല്ലോ, അതേ വഴി ഇറങ്ങിയും പോകും. അപ്പോൾ അതിനനുസരിച്ച് പിടിച്ചു പിടിച്ച കാശ് ചെയ്യും. ബുദ്ധിയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, മറ്റൊരു ചോദ്യം. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ബിറ്റ്കോയിനെ കുറിച്ച് അറിയോ? അറിയാം. ഒരവസരം ഇതുപോലെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് തുക വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? ട്രേഡിംഗ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബിറ്റ്കോയിനെ പറ്റിയും എങ്ങനെയാണ് അതിൻ്റെ സംഭവം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് ഫസ്റ്റ് ഞാൻ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ബിറ്റ്കോയിൻ, ദെൻ ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ബിക്കോസ് ഇപ്പോൾ ഒരു ഫിനാൻസ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു റിസ്ക് കൺസിഡർ ചെയ്യണം, ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. What if the returns we are getting? If it is good, then I will go for that. That's great. അപ്പോൾ ഒരു കൈയടിയാവാം, കൊള്ളാം, ഗ്രേറ്റ്. നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം. അതെ, ഒരവസരം ലഭിക്കുകയാണ്. ഞാൻ 3 പേരുകൾ പറയാം. ഓക്കെ, ഒന്ന് മുകേഷ് അംബാനി, ഇലോൺ മസ്കിനെ അറിയില്ലേ? ഓക്കെ, മറ്റൊരാൾ നമ്മുടെ നരേന്ദ്രമോദി. ഈ 3 പേരിൽ ഒരാളുടെ ഒപ്പം ഒരു ഓഫർ വരികയാണ്. ലൈക്ക് യു ക്യാൻ ഒരു ദിവസം എ ഡേ വിത്ത് സെലിബ്രേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും ചെലവഴിക്കാൻ ആഗ്രഹിക്കാം? ഇലോൺ മസ്ക്. വൈ? അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ ചോദിക്കരുത്, ഒന്ന് കാണണം, ഒരു സെൽഫി എടുക്കണം, പുള്ളീനെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, പുള്ളിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ അറിയാനൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം. അതേ ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണേ. നരേന്ദ്രമോദി. വൈ? പുള്ളി കുറെ ഫോറിൻ കൺട്രീസ് വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടി. അത് കൊള്ളാം, അങ്ങനെ ചുളിവില് ഫ്രീ ആയിട്ട്. പക്ഷെ ഒരു ദിവസം കിട്ടാതുള്ളൂ കേട്ടോ. പുള്ളി പോയിട്ട് പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയണം. അങ്ങനെ. ഓക്കെ, ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു സെലിബ്രിറ്റി, അത്യാവശ്യം ഫേമസ് ആയ ഒരു സെലിബ്രിറ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെ ജസ്റ്റ് വിചാരിച്ചാൽ മതി കല്യാണം കഴിക്കാൻ ആണെങ്കിൽ ആരെയും? റിച്ച് ഒരു ഫേമസ്? ഐ തിങ്ക് ഞാൻ ഫേമസ് ആയിരിക്കും ചൂസ് ചെയ്യുക. ബിക്കോസ് ആക്ച്വലി ഫേമസ് ആയ മിക്കവർക്കും ഓൾറെഡി റിച്ച് ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? കുറച്ച്. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുമെന്ന് അറിയില്ല, അലൻ ജോസ് പെരേര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, 6 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഒബിയസ്ലി സെലിബ്രിറ്റീസ് അല്ല, ലൈക്ക് കുറച്ച് ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ സ്പോർട്സ് പേഴ്സൺസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ബെറ്റർ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതേ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? റിച്ച് പേഴ്സൺ അതായിരിക്കും ചൂസ് ചെയ്യണേ. റിച്ച് ആവുമ്പം നമുക്ക് ഒരു പോഷ് ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. ലൈക്ക് അറ്റ് ദ സെയിം ടൈം ഈവൻ ദോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആണെങ്കിൽ നമ്മൾ വളരുന്ന ഒരു ലൈക്ക് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ അത്രയും
റിച്ച് ആയിരിക്കുമല്ലോ. സോ ഐ പ്രിഫർ റിച്ച് ഓവർ ഫേമസ്. ഫേമസ് എന്ന് പറയുമ്പോൾ എപ്പോൾ ആണെങ്കിലും ലൈക്ക് ഇടിയാൻ പറ്റുന്നൊരു സാധനമാണ്. എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി എന്തെങ്കിലുമൊക്കെ വരുമ്പം ലൈക്ക് ഇറ്റ് ക്യാൻ ഗോ ഡൗൺ. സോ ഐ വാസ് പേഴ്സണലി പ്രിഫർ റിച്ച് ഓവർ ഫേമസ്. താങ്ക് യു. ആൻഡ് വേറെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ എന്തോ പറയുന്നു, ഒന്ന് കൊടുക്കാവോ? ഇതുപോലെ സംസാരിക്കണം, നല്ല രസം. ഓക്കെ, യെസ്. Whether rich or famous, personality matters, no, who they are as a person. Because ബാക്കി രണ്ട് ഇപ്പം ഫേമസിൻ്റെ കാര്യമാണെങ്കിലും ഫസ്റ്റ് ഓഫ് ദിസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേമസ് ആൻഡ് ഇൻഫേമസ്. അപ്പം ഇപ്പം പെരേറ ഇസ് നോട്ട് എൻ ഓപ്ഷൻ. ബട്ട് ഫേമസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് എനി മൊമെൻറ്റിൽ അത് ചേഞ്ച് ചെയ്യാം. ഫേമസ് ആൾ ഇൻഫേമസ് ആവാം, പൈസയുള്ള ആൾ പൈസ ഇല്ലാണ്ടാവാം. ബട്ട് അറ്റ് ദ കോർ who they are as a person matters. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഫൈൻ. ഇനി മറ്റൊരു ചോദ്യമാണേ. ജോബ് ഓർ ബിസിനസ് ഏതാ ചൂസ് ചെയ്യാം? ജോബ് ഓഫ് കോഴ്സ്. ഓൾറൈറ്റ്. അപ്പോൾ ചോദ്യം ഇതാണേ, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഡ്രീം ജോബ്, പക്ഷേ ആവറേജ് സാലറി, ഓക്കെ, അതൊരു ഓപ്ഷൻ. മറ്റൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ജോലി, പക്ഷേ ഹൈ പാക്കേജ്, നല്ലൊരു പാക്കേജാണ് അവർ ഓഫർ ചെയ്യുന്നത്. വിച്ച് വൺ വുഡ് യു ചൂസ് ആൻഡ് വൈ? The first one, average package ആണെങ്കിലും I believe job satisfaction is more important than a package. അങ്ങനെയാണോ? I personally believe that. So എനിക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കയറിയാലും if I'm not comfortable with the role, I don't find a meaning in making a lot of money if I'm not personally, mentally into like adapting to that role. So എനിക്ക് എൻ്റെ പേഴ്സണൽ സ്പേസ്, എൻ്റെ ഒരു പേഴ്സണൽ കമ്പാറ്റബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മണി. ആൻഡ് സോ ഐ ബിലീവ് ഐ ചൂസ് ദ ആവറേജ് സാലറി റോൾ വിത്ത് എ ബെറ്റർ അലൈൻമെൻറ്റ് വിത്ത് മൈ ഗോൾസ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാമോ? അറിയാം, പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ട്രേഡ് ചെയ്യുന്നില്ല. ഇനി എന്നോടൊന്നും ചോദിക്കണ്ട, അതല്ല ഇപ്പൊ പറഞ്ഞു തന്നെ. ഓക്കെ, അറിയാലോ, ഡെഫിനറ്റ്ലി യു ഹാവ് എ ഫ്യൂച്ചർ അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യോ? യെസ്. ഓക്കെ, സോ ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഇൻവെസ്റ്റിംഗ് ഇൻ എ സ്റ്റാർട്ടപ്പ്? സ്റ്റോക്ക് മാർക്കറ്റ്, ഐ തിങ്ക്. വൈ? ലൈക്ക് സ്റ്റാർട്ടർ, ആസ് എ സ്റ്റാർട്ടപ്പിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് മോർ റിസ്കി, ഐ ഗെസ്. So as a starter I would like to do it safely, and so I'll invest in stocks, but I'll get myself educated first, pinne I'll invest in stocks. That's all. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ടുപേരായിരുന്നു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു പേരെന്തായിരുന്നു? നോയൽ, റൈറ്റ്? നോയൽ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യോ ഭാവിയിൽ? ഇല്ല. ഇവനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്നാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, നല്ല ഐഡിയ ആണെങ്കിൽ ചെയ്യും. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് ഫൺ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ഓപ്ഷൻ, സിമ്പിൾ ഓപ്ഷൻ ആണ്. ഗവൺമെന്റ് ജോബ് ഓർ പ്രൈവറ്റ് ജോബ്? പ്രൈവറ്റ് ജോബ്. വൈ? എല്ലാവരും ഇപ്പോൾ ഗവൺമെന്റ് ജോബിന് പിന്നാലെയാണല്ലോ. ഓക്കെ, അപ്പോൾ വേറെ 2-3 പേരോട് കൂടി ചോദിക്കട്ടെ. അടുത്ത ഇപ്പോഴത്തെ ലെഫ്റ്റ് തന്നെ. ഗവൺമെന്റ് ജോബ് ഓർ പ്രൈവറ്റ് ജോബ്? പ്രൈവറ്റ് ജോബ്. ഓക്കെ, വൈ? സെയിം റീസൺ? ഗവൺമെന്റ് ജോബിലോട്ട് പോകണം ഞാൻ ആലോചിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് ഹൗ അബൌട്ട് യു? ഗവൺമെന്റ് ജോബ്. വൈ? ഒരാളെങ്കിലും മാറി പറഞ്ഞല്ലോ, വൈ? സെക്യൂർഡ് ആണ് ഫിനാൻഷ്യലി. ഓക്കെ, അതാണ് മെയിൻ റീസൺ. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ധനകാര്യമന്ത്രി നിങ്ങളാണെന്ന് അങ്ങ് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്തായിരിക്കും? പെട്രോളിന്റെ വില കുറയ്ക്കും. ആൻഡ് ഹൗ അബൌട്ട് യു? അല്ല, ഇവിടെ കുറച്ചുകൂടെ കമ്പനികൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതെ, നമ്മുടെ നാട്ടില് അത് കുറവാണല്ലോ അല്ലേ? അതെ, കൂടുതലും തമിഴ്നാട്, തെലുങ്കാന അങ്ങോട്ടാ പോകുന്നത്, റൈറ്റ്? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നെക്സ്റ്റ്, നമ്മുടെ ടാക്സ് റേറ്റുകൾ കുറക്കാനായി. ഞാൻ അത് ആലോചിച്ചു, ആരും ടാക്സിനെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന്. റോഡ് ടാക്സ്, വെഹിക്കിൾ ടാക്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് കുറച്ച് കുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞ ടാക്സ് അങ്ങ് ഒഴിവാക്കുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ഒഴിവാക്കണ്ട, എന്നാലും പക്ഷെ നമ്മൾ കൊടുക്കുന്ന ടാക്സിനുള്ളൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കുറച്ച് കുറക്കാം. ഓക്കെ, ഫൈൻ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യം ബഡ്ജറ്റ് ആയിരുന്നു. അപ്പോൾ അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. 50-30-20 എന്നുള്ളതിലൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അതിനോടൊപ്പം ഒന്ന് ഈ എമർജൻസി ഫണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി
ഇനി മുന്നോട്ട് കരിയറിലോട്ട് പോകുമ്പോൾ ജോലിയിൽ നിന്നുള്ള ഒരു വരുമാനത്തിൽ നിന്ന് ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ കുറച്ച് ഫണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ജോലി പോവാം. നമുക്ക് ഉറപ്പൊന്നുമില്ല, ഒരു ജോലി കിട്ടിയാൽ തന്നെ ആ ജോലി പെട്ടെന്ന് പറഞ്ഞു വിടില്ല എന്ന് ഉറപ്പൊന്നുമില്ല. മോനെ നീ പൊക്കോ, പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ടായിരിക്കും മോളെ നീ പൊക്കോ പറയാം. നിങ്ങൾ കരിയറിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതാണ് എമർജൻസി ഫണ്ട്. മറ്റൊന്ന് ഇൻഷുറൻസ് ആണ്. നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസ് എന്ന് പറയും. 40 വയസ്സ് വരെ എല്ലാവരും ഹെൽത്തി ആയിരിക്കുന്ന, റയറായിട്ട് അല്ല ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കാം, എന്നാലും മെജോറിറ്റി ആളുകളും ഹെൽത്തി ആയിരിക്കും. അതിനുശേഷമാണ് കൂടുതൽ രോഗങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും അതുവരെ എനിക്ക് ഇൻഷുറൻസ് എടുക്കണ്ട. പക്ഷെ അങ്ങനെയല്ല. ഇൻഷുറൻസ് എത്ര നേരത്തെ എടുക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ മാത്രമല്ല, ഓരോ സർജറികൾക്കൊക്കെ നല്ല കോസ്റ്റാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എമർജൻസി ഫണ്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. ബഡ്ജറ്റിംഗ് റൂൾ ഞാൻ പറഞ്ഞില്ലേ, അതും പ്രയോറിറ്റൈസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു പോസ്റ്റ് ഓഫീസ് ആൻഡ് ബാങ്കിലുള്ള നിക്ഷേപം. നത്തിങ് റോങ് ഇൻ ദാറ്റ്. അതിലൊരു തെറ്റുമില്ല, അത് ചെയ്യാം. പക്ഷെ അത് മാത്രമാവരുത് എന്നുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോസിബിൾ ആണോ അത് നോക്കണം. അതിൽ അങ്ങനെ വരുന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ലോങ് ടേം ആയിരിക്കണം, നോട്ട് ഫോർ ഷോർട്ട് ടേം, ഒരു ദീർഘകാലത്തേക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ക്ലാസ് എടുക്കുകയല്ല, അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ബോണസ് ടിപ്പായിട്ട് കണ്ടാൽ മതി. മാനേജ്മെൻറ്റിനോടും പ്രിൻസിപ്പലിനോടും നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ഓരോ രൂപയ്ക്കും മൂല്യമുണ്ട്, ഓരോ നിക്ഷേപത്തിനും ലക്ഷ്യമുണ്ട്. ഡൗൺലോഡ് ആൻഡ് വാച്ച് മൈ ഫിൻ TV ആപ്പ്.